അഞ്ജലി, ഗുഡ് മോർണിംഗ്. രാവിലെയൊക്കെ വല്ലാണ്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത്. ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇന്നൊരു മഴ ദിവസമാണോ? എങ്ങനെയാണ് കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് സേതു. പ്രിയ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥ വിശേഷങ്ങളിലേക്ക് പോകാം. സേതു പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥ നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുകയാണ്. നല്ലൊരു മഴ സമയം കഴിഞ്ഞ് നമ്മളൊന്ന് ആശ്വാസമായി നേരത്തെ വെയിലൊക്കെ കൊണ്ട് നമ്മളൊന്ന് ഉഷാറായി വരികയായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും അറിയുന്നു ജൂൺ ആദ്യ പകുതിയേക്കാൾ ശക്തമായ മഴയാണ് രണ്ടാം പകുതി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന്. എങ്കിലും ഓരോ ദിവസത്തിലും കാലാവസ്ഥയിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് സംസ്ഥാനമൊട്ടാകെ തീരെ ചൂട് കുറവാണ്. തണുത്ത ഒരു അന്തരീക്ഷമാണുള്ളത്. നമുക്കത് നമ്മുടെ മാപ്പ് പരിശോധിച്ചാൽ തന്നെ കാണാൻ കഴിയും. കാരണം പൊതുവെ ഇന്ന് ഒരു സമാധാന അന്തരീക്ഷമാണ്. അത്ര കണ്ട് ചൂടോ ഇല്ല, മഴയുമില്ല. ഇനി എങ്കിൽ കൂടിയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകൾ യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും മഴ സാധ്യത നിലനിൽക്കുന്നതിനായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് അറിയിപ്പുള്ളത്. എന്നാൽ തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവിടങ്ങൾ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ചൂട് നമുക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ സാധാരണ ചൂട് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ 24 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് താപനിലയുള്ളത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ്, പാലക്കാട് വരുമ്പോൾ 24 ഡിഗ്രി സെൽഷ്യസ്, എറണാകുളത്തേക്ക് വരുമ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ്. അതായത് താരതമ്യേന ചൂട് കുറവുള്ള ഒരു അന്തരീക്ഷമാണ്. അത്ര കണ്ട് ചൂടില്ല. അതുപോലെ തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളോ ശക്തമായ മഴയോ ഇല്ല. എങ്കിലും ജൂൺ 11 ശേഷം കാലവർഷം ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ ശക്തിപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. സാധാരണ ജൂൺ 1 കേരളത്തിലെത്തുന്ന കാലവർഷം രാജ്യം മുഴുക്കെ വ്യാപിക്കേണ്ടത് ജൂലൈയിലാണ്. ഇത്തവണ മെയ് 24 കാലവർഷം കേരളത്തിലെത്തിയത്. ജൂണിൽ തന്നെ കാലവർഷം രാജ്യവ്യാപകമായി വ്യാപിക്കാനാണ് സാധ്യത. സെപ്റ്റംബർ പകുതിയോടെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് വിടവാങ്ങുന്ന കാലവർഷം അവസാനം വിടവാങ്ങുന്നത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിശേഷങ്ങൾ ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നിങ്ങളും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിക്കുക.